അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പച്ചപ്പ് നിറഞ്ഞ ആ ഒരു നാടും വീടും ഷെഫി ഉസ്താദിൻ്റെ കണ്ണിനെ വളരെയധികം കുളിർമയേകി. എടാ സക്കീറേ, എന്താടാ നിനക്ക് ഗൾഫിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ മൊത്തത്തിലൊരു അന്താളിപ്പുണ്ടല്ലോ. സത്യടാ, സത്യം പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു മരുഭൂമിയും ഈത്തപ്പഴ മരങ്ങളും ഒട്ടകങ്ങളും മണൽ നിറത്തിലുള്ള ബിൽഡിങ്ങുകളും എല്ലാം കണ്ട് പരിചയമായി. എനിക്കിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്തെന്നറിയില്ലടാ, ഇവിടുത്തെ റോഡുകളൊക്കെ വളരെയധികം ചുരുങ്ങിയ പോലെ, വീതി കുറഞ്ഞ പോലെ, അതുമാത്രമല്ല ഇരുഭാഗങ്ങളിലായിട്ട് ഒരുപാട് കച്ചറകളുള്ളതുപോലെ അവിടുത്തെ ആ റോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണടാ. പിന്നെ ഇവിടുത്തെ മഴ തുള്ളികൾ, പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ അത് മാഷാ അല്ലാ വല്ലാത്തൊരു കാലാവസ്ഥ തന്നെയാണ്. ആ ഒരു തണുപ്പും മഴയും മഞ്ഞും എല്ലാം കൂടിയത്. പക്ഷെ അവിടെ എ സി ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയാണ്. ഓരോ നാടിന് ഓരോ സ്വഭാവം, അല്ലാതെന്താ അല്ലേ? അല്ലടാ, നിനക്കിപ്പോൾ ഗൾഫിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ മൊത്തത്തിൽ എന്താ തോന്നുന്നത്? മൊത്തത്തിൽ എന്ത് തോന്നാനടാ, നമ്മുടെ ഈ മഴയും തണുപ്പുള്ള ഈ ഒരു നാട്ടിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഫീല് വേറെ തന്നെ. പക്ഷേ എങ്കിലും എന്താടാ ഒരെങ്കിലും അല്ലേ? ഒന്നുമില്ല, മനസ്സമാധാനം, സന്തോഷം, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഷെഫി, നീ ഇവിടെ നിന്നല്ലേ അങ്ങോട്ട് പോയത്? ശരിയാണടാ, എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു, ടെൻഷനായിരുന്നു. ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അല്ല, അവിടെ പോയതിന് ശേഷം നീ ഹാപ്പിയാണോ അതോ നീ ടെൻഷനായോ? അത് എടാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അധികമൊന്നും വിഷമിക്കേണ്ടി വന്നില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട്. പോകുമ്പോൾ തന്നെ ഒരിക്കലും പരിചയപ്പെട്ടു, അസീസ്ക. അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹം ഒരു അറബ് വീട്ടിലും ഉണ്ടാക്കി. എന്തൊക്കെ തന്നെയാലും പിന്നെ അവിടുന്ന് ഡ്രൈവിങ് പഠിക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട്. ആഹാ, നീ അവിടുത്തെ ലൈസൻസ് എടുത്തോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നീ എന്നോട് അല്ലടാ, ഇത്ര പെട്ടെന്ന് നിനക്ക് ലൈസൻസും കിട്ടിയോ? എനിക്ക് സത്യം പറയാലോ, അവിടെ എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട് ഓടിക്കാൻ. അത് എനിക്ക് വേണ്ടി മാത്രം. എടാ, നീ ഭാഗ്യവാനാണല്ലോ, നമുക്കൊരു ചാൻസ് കിട്ടുമോ? ഇൻഷാ അല്ലാ. എടാ, ഞാൻ പോയ സ്ഥലം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെയധികം നല്ലൊരു മനുഷ്യന്മാരുടെ സ്ഥലത്താണ് ഞാൻ എത്തിയത്. എടാ, പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറബികൾ സ്നേഹിച്ചാൽ അവർ നക്കിക്കൊല്ലുമെന്ന്. ആ അവസ്ഥയാണോ? സത്യമായിട്ടോടാ, ആ വീട്ടിലുള്ളവർ, ആ വീട്ടുകാർക്ക് എന്നോട് എന്തെന്നില്ലാത്ത അത് പിന്നെ നിൻ്റെ സ്നേഹവും സ്വഭാവവും അതങ്ങനെ തന്നെയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. എന്തൊക്കെ തന്നെയാലും പഠിച്ച റബ്ബിന് ഞാമത്ത്. ഞാൻ സത്യം പറഞ്ഞ് കരഞ്ഞു പോയിരുന്നടാ, സക്കീർ പറയുന്നു. കാരണം നീ എന്ന് വെച്ചാൽ നിനക്ക് ഖുർആനോട്, അതുപോലെ നിനക്ക് ഇസ്ലാമിക കാര്യങ്ങളോട് മാത്രം താല്പര്യമുള്ള നീ ഇവിടം വിട്ട് ഗൾഫിലേക്ക് പോയി അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്ന രംഗം ആലോചിക്കാൻ കൂടി കഴിയണില്ലായിരുന്നടാ എനിക്ക്. അല്ലടാ, സത്യം പറഞ്ഞാൽ നിനക്ക് എന്താണ് പണി? സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഖുർആൻ ക്ലാസ് ഉണ്ടടാ. അറബിച്ചിക്ക് വരെ ഞാൻ ക്ലാസ് എടുത്തു. ഇപ്പോൾ അറബിച്ചിയുടെ മകൾക്കാണ്. ആഹാ, കൊച്ചു കള്ള, ഇത്ര എളുപ്പം അവരൊക്കെ നീ വീഴ്ത്തിയല്ലേ? വീഴ്ത്ത്? എന്തിനു വീഴ്ത്തുക? വീഴ്ത്തല്ലടാ ഒരിക്കലും, അതിന് വീഴ്ത്തെന്ന് പറയരുത് നീ. അല്ല, എനിക്കറിയില്ലടാ എന്ത് സംഭവിച്ചെന്ന്. എടാ, നിൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കും. അത് 100%. എൻ്റെ ഉമ്മയുടെ കൈകളാണ് എനിക്ക് സമാധാനം തരുന്നത്. എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലാതെ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്താടാ കരയുന്നത്? അല്ലേ, ഞാൻ വരുന്നത് എൻ്റെ ഉമ്മ അറിയുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. അഥവാ അറിഞ്ഞാൽ തന്നെ വേണ്ടടാ, അതിപ്പോൾ തെറ്റൊന്നല്ലല്ലോ അറിയാതെ ചെല്ലുക എന്നുള്ളത്. ഒരു സർപ്രൈസ് കൊടുക്കാന്നല്ലേ ഉള്ളൂ. ഞാനും ഉമ്മയോട് സൂചിപ്പിച്ചിരുന്നു വരുന്ന കാര്യം, പക്ഷെ ഡേറ്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിൻ്റെ ഭാര്യക്കും നിൻ്റെ ഉമ്മാക്കൊക്കെ ഒരു സർപ്രൈസ് ആയിരിക്കും അല്ലേ? എടാ, എനിക്ക് ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ കേട്ടോ. ആയിക്കോട്ടെ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അല്ല, ഉസ്താദിൻ്റെ മക്കൾക്ക് ഞാൻ എൻ്റെ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് നെയ്യത്തുണ്ടായിരുന്നു, ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പോകണം, അവിടെ പോയിട്ട് ഉസ്താദിൻ്റെ അനുഗ്രഹം വാങ്ങണം എന്നൊക്കെ. എടാ, നിൻ്റെയൊക്കെ ഭാഗ്യം വെറുതെ ആണ് തലയിൽ വന്നത്. നീ ഉമ്മയെ, നിൻ്റെ ഗുരുനാഥനെ ഒക്കെ ബഹുമാനിക്കുന്ന ആളാണ്, അവരുടെ അനുഗ്രഹമാണ്. തരക്കേടില്ല, നടക്കട്ടെ. പിന്നെ ഷെഫി, നിന്നെപ്പോലെ ഒരാൾക്കും കഴിയൂല കേട്ടോ. ഉമ്മാനെ വെറുപ്പിക്കാതെ നോക്കുക, അതുപോലെ ഉസ്താദിനെ വെറുപ്പിക്കാതെ നോക്കുക, അങ്ങനെയൊക്കെ. പിന്നെ നിൻ്റെ ഭാര്യ,
ഭാര്യയും നീ നല്ല രീതിയിൽ നോക്കുന്നുണ്ടല്ലോ. പക്ഷേ എടാ അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്താടാ ഒന്നുമല്ല, എനിക്ക് എന്താണെന്നറിയില്ലടാ ഒരു മൊത്തത്തിൽ. ഹേയ് വിഷമിക്കേണ്ട കാര്യമില്ല, ഒക്കെ റെഡിയാവും. ഇപ്പം അവൾക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞില്ലേ? അല്ലേ, അവൾക്ക് ക്യാഷ് എപ്പോഴും വേണം. ക്യാഷിനെ കുറിച്ച് അവൾക്ക് ഞാൻ അയച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്താ ഫീസ് എടുക്കാൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാഷൊക്കെ അവൾക്ക് ആവശ്യമാണ്. ഉമ്മ ആണെങ്കിൽ വേണ്ട മോനെ ഇവിടെ ഉണ്ട് എന്ന് പറയും. പിന്നെ ഞാൻ എന്താണ് ചെയ്യുക? അയക്കുമ്പോൾ അവൾക്ക് മാത്രം അയക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും അങ്ങനെയൊക്കെ പോണ്. എന്താടാ അത്ര സങ്കടപ്പെടാൻ? അല്ലേ, ചില ആളുകൾ ഗൾഫിലൊക്കെ പോയാൽ ഭാര്യമാർ വിളിച്ച് സംസാരിച്ച് സന്തോഷത്തോടെയൊക്കെ അവരെത്ര രാത്രികൾ അങ്ങനെയൊക്കെ. പക്ഷേ എന്താ നീ കരയാതെ കാര്യം പറയടാ. നിനക്കങ്ങനെ വല്ല ബുദ്ധിമുട്ടുള്ളത് ഉണ്ടായിട്ടുണ്ടോ? അല്ലേ, ഞാൻ ഈ വരവ് തീരെ പ്രതീക്ഷിച്ചല്ലടാ. അതെന്താ നിനക്ക് ലീവ് കിട്ടിയിട്ടും? അതേടാ, നമ്മൾ കാത്തിരിക്കാറ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനിഷ്ടമാണ്. അതിനെന്താടാ, എൻ്റെ ഉമ്മ എൻ്റെ ഭാര്യയൊക്കെ ഇല്ലേ? ശരിയാണടാ, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്. അത് എന്നെ കാത്തിരിക്കുന്നതിൻ്റെ ഉമ്മയുണ്ട്. പക്ഷേ പറ, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെടാ എനിക്ക്. ഏയ് നീ കരയാതെ കാര്യം പറയടാ. അല്ലടാ ഒന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കും. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, നിന്നെ കാത്തിരിക്കുന്ന നിൻ്റെ ഭാര്യ. ഇന്ന് മോനെ എന്തായാലും അടിപൊളിയായിരിക്കുമല്ലോ. നിങ്ങൾ ഒരുപാട് ദിവസത്തിന് ശേഷം കണ്ടുമുട്ടുകയാണ്. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശത്ത് പോയിട്ട് തിരിച്ചു വരികയാണ്. ഏതൊരു ഭാര്യയ്ക്കും വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ആ ഒരു നിമിഷങ്ങൾ, ആ സമയങ്ങൾ, അത് മാത്രമായിരിക്കുമടാ. അവർക്ക് ഒരുപാട് സാധനങ്ങൾ വേണം എന്നാവില്ല. അതെ, വീട്ടുകാരും കുടുംബങ്ങളും ഒക്കെ എടുത്തോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അവർ കാത്തിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട മണിമാരനെ ആയിരിക്കും. അതെ, തൻ്റെ പ്രിയപ്പെട്ട മുത്ത്, തൻ്റെ ഹൃദയത്തിൻ്റെ പാതി, തൻ്റെ ജീവൻ്റെ പാതി ഇന്ന് വരുന്നുണ്ടല്ലോ. അല്ലാ, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമായിരിക്കും. പിന്നെ സർപ്രൈസ് നീ കൊടുക്കുമ്പോൾ ഓൾക്ക് ഒത്തിരി സന്തോഷമോടാ, സത്യമായിട്ടും. അതെല്ലാം കേട്ട് ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയായിരുന്നു. എടാ സിക്കിറേ, എൻ്റെ ജീവിതം അങ്ങനെയല്ലടാ. അതെന്താ, നീ എന്താടാ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ലേ. ആണോടാ, ഞാനിത് ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല, പഠിച്ച റബ്ബിനോടൊഴികെ. എന്താടാ കാര്യം പറ. വേണ്ട, ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഓരോന്ന് പറഞ്ഞ് അത് നശിപ്പിക്കണ്ട. സക്കീറേ, നീ എന്തായാലും ഉസ്താദിൻ്റെ വീട്ടിലേക്ക് നേരെ വണ്ടി തിരിക്കട്ടോ. ആടാ, ഇതാ എത്താനാവുന്നേ ഉള്ളൂ. നിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ കെട്ടിക്കിടക്കുകയാണ്, അതുകൊണ്ട് ഒഴുക്കി കളഞ്ഞൂടെ നിനക്ക്? എടാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഭാഗത്ത് സന്തോഷം തരുമ്പോൾ ഒരു ഭാഗത്ത് ദുഃഖമായിരിക്കുമെടാ. എനിക്ക് സന്തോഷമാണ്, അറബ് നാട്ടിൽ വളരെ സന്തോഷമാണ്. പടച്ച റബ്ബിൻ്റെ നിഅമത്ത് കൊണ്ട് മാത്രം എനിക്ക് ഹാപ്പിയാണെടാ. എല്ലാവരും എന്നെ ബഹുമാനിക്കുകയാണ് ഇവിടെ. ഞാൻ വിചാരിക്കും, പഠിച്ചവനെ, ഇവിടുത്തെ നാട്ടിലുള്ള ദർസിൽ പഠിച്ച് പള്ളിയിൽ ഓതിയിട്ട് മദ്രസ അധ്യാപകനായി ബാങ്ക് കൊടുക്കുന്ന ഉസ്താദായി മാറിയ ഞാൻ, വളരെ അധികം ചെറിയവനായ ഈ ഞാൻ, പഠിച്ചവനെ, അവിടെ എത്തിയപ്പോൾ എനിക്ക് ഉന്നതങ്ങളായ സ്ഥാനങ്ങളാണ് കിട്ടുന്നത്. സത്യമായിട്ടും എടാ, അതൊക്കെ നിൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ്. അതൊക്കെ മോനെ നീ ഭാഗ്യവാനായിട്ട് തന്നെയല്ലേ. എന്തായാലും അവർ പെട്ടെന്ന് ലീവ് തന്നു. എത്ര നല്ല ആളുകളാണ്. ഇങ്ങനത്തെ ആളുകളൊക്കെ എവിടെ നിന്ന് കിട്ടാനാടാ? സത്യാനടാ, പടച്ച റബ്ബ് എനിക്ക് കനിഞ്ഞരുളിയത് തന്നെയാണ്. എടാ 10 മിനിറ്റ് കേട്ടോ, ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് ലൊക്കേഷൻ ഇട്ടിട്ടുള്ളത്. ഉസ്താദിനൊന്ന് കാണണടാ, എനിക്ക് കണ്ണെറിയേ. എനിക്ക് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കാറിയണം. എന്താ പഠിച്ചോനെ ഇവനിത്? നാട്ടിലെത്തിയപ്പോഴാണല്ലോ സങ്കടം കൂടിയത്. ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് നിനക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ വഴികൾ കാണുമ്പോഴും ഈ മരങ്ങൾ കാണുമ്പോഴും ഇതെല്ലാം കാണുമ്പോഴാണോ, ഈ പച്ചപ്പ് കാണുമ്പോഴും എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷെ നീ ഇത്രമാത്രം സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു? അറിയില്ലടാ, മനസ്സ് വല്ലാതെ വേദനയ്ക്കാണ്. നീ നിൻ്റെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിക്കേ. ഇത്രമാത്രം കണ്ണീരോട് ഉസ്താദിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ ഉസ്താദ് എന്ത് പറയും? അവൻ വാഹനം നിർത്തി വെള്ളം കൊണ്ട് മുഖമൊക്കെ നന്നായി ഒന്ന് കഴുകി ടിഷ്യൂ കൊണ്ട് തുടച്ച്, എങ്ങനെയുണ്ടെടാ? എടാ, നിൻ്റെ മുഖം മൊഞ്ചാണ്,
നിൻ്റെ മുഖം അല്ലെങ്കിലും വല്ലാത്ത മനോഹരം തന്നെയാണ്. അത് ഞാനായിട്ട് പറയല്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. നീ ഇപ്പോൾ ഇത്ര അധികം കരഞ്ഞോ? മുഖം ചുവന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ണൊക്കെ നല്ലോണം തുടച്ച് ഒന്ന് ക്ലിയർ ആയിക്കോ. ഷെഫി ഉസ്താദ് അത് തൻ്റെ ബാഗിൽ നിന്ന് നല്ല വിലപിടിപ്പുള്ള ഒരു അത്തറ് തൻ്റെ കയ്യിൽ പുരട്ടി അത് ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നല്ല രീതിയിലൊന്നാക്കി. എടാ എന്നാ ഇത് നീ എടുത്തോ, ബിസ്മില്ല. എടാ എന്ത് മണാണെടാ, എനിക്ക് അറബി സ്പെഷ്യലായിട്ട് തരുന്നാടാ. ഇത് ഒരു പ്രാവശ്യം പുരട്ടി കഴിഞ്ഞാൽ തന്നെ 3 ദിവസം 4 ദിവസം ഉള്ള സ്മെല്ലുണ്ടാകും. പിന്നെ ഞാൻ ഈ ഒരു അത്തറ് പുരട്ടി ഇതിൽ പോയി കഴിഞ്ഞാൽ ആ വഴി മൊത്തത്തിൽ ആ ഒരു സ്മെല്ലായിരിക്കും. മാഷാ അല്ലാ, പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. എന്തൊക്കെ തന്നെയായാലും അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് സക്കീർ വണ്ടി തിരിക്കുന്നു. എടാ ഇവിടേക്ക് ആകെ കാട് മൂടി. എല്ലായിടത്തും അങ്ങനത്തെ. നമ്മളിവിടെ മഴയല്ലേ, മഴയാകുമ്പോൾ പിന്നെ എന്നാൽ വണ്ടി നിർത്ത്. ഞാൻ കയറി വരുമ്പോൾ ഉസ്താദ് എന്ത് വിചാരിക്കും? എടാ തൽക്കാലം ഞാൻ ഇവിടെ നിൽക്കാം, നീ കയറിച്ചില്ലേ. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങുന്നു. സത്യം പറഞ്ഞ ഷെഫി ഉസ്താദ് ഇറങ്ങിയപ്പോൾ അതാ സക്കീർ ഉസ്താദ് വിചാരിക്കുന്നു, എന്തൊരു സ്മെല്ലാണോടാ നിന്നെ. അത്രക്ക് ഭയങ്കര. സത്യം പറഞ്ഞാൽ നീ ഒരു മുത്തായി മാറിയിട്ടുണ്ട് കേട്ടോ. നിൻ്റെ ഈ ഒരു അറബിക് ഡ്രസ്സും കാര്യങ്ങളും നിൻ്റെ നടത്തും എല്ലാം കൂടി ആയി പ്രഹ്ബേ, എനിക്ക് അറബ് നാട്ടിലൊന്ന് ജനിച്ചിരുന്നെങ്കിലൊന്ന് തോന്നിപ്പോവാണ്. എടാ നീയൊക്കെ ഭാഗ്യവാനാണ്. എത്ര ഒരു പ്രൗഢിയാണെടാ നിന്നെ കാണാൻ. എടാ കൂടുതൽ സുഖിപ്പിക്കല്ലേ, ഞാൻ വരാട്ടോ. എന്തൊക്കെ തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കാണുവാൻ വേണ്ടി അതാ ഷെഫി ഉസ്താദ് നടക്കുന്നു അവരുടെ വീട്ടിലേക്ക്. വീട്ടിൻ്റെ ഉമ്മറത്തൊന്നും ആരെയും കാണുന്നില്ല. ഉസ്താദ് അതാ കോളിംഗ് ബെൽ അമർത്തുന്നു. അല്ല, ആരാ? കിച്ചണിൽ വർക്ക് ചെയ്തിരിക്കുകയായിരുന്ന ഉസ്താദിൻ്റെ ബീവി, അതായത് ഫർസാനയുടെ ഉമ്മയാണ് ആ ബെല്ലടി കേട്ടത്. ഉമ്മ, ആരോ വന്നിട്ടുണ്ട്. മക്കളുടെ ശബ്ദം. ആരാ റബ്ബേ? മുഖം മറക്കാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. ചിലപ്പോൾ അന്യാണുങ്ങളാണെങ്കിലോ. എങ്കിലും അതാ അവർ ഒരു തട്ടം കൊണ്ട് മുഖം മറച്ചിട്ട് പതുക്കെ ജനലിനുള്ളിൽ നോക്കി. ഒരു വെള്ള കന്തൂരൊക്കെ അണിഞ്ഞിട്ട്. അറബിയോ? പഠിച്ചോനെ, ഇതെന്താ? എന്താണാവോ? ഉമ്മ, ആ ഒരു വിളി കേട്ട് ശരിക്കും ആ ഉമ്മ ഞെട്ടിപ്പോയി. മോനെ. അതെ ഉമ്മ, ഞാൻ തന്നത്, ഷെഫി ഉസ്താദ് നിങ്ങളുടെ. മാഷാ അല്ലാ മോനെ, കയറിയിരിക്ക്. ആ ഉമ്മക്ക് ഷെഫി ഉസ്താദിനെ പെട്ടെന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായി മാറി അത്. ഉമ്മ എവിടെ? ഉസ്താദ് എവിടെ? മോനെ, ഉസ്താദ് ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ വിളിക്കാം. ഉമ്മ വിളിക്കണ്ട, ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടോളാം. മോന് പോയി വന്നോ? ഉമ്മ, ഞാൻ വരുന്ന വരവാണ്. തൻ്റെ ബാഗിൽ കരുതിയ ആ ഒരു മിഠായിയും അത്തറുകളും അതെല്ലാം ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഉമ്മ, ഇതാ മക്കൾക്ക് കൊടുത്തോളൂ, പിന്നെ ഞാൻ ഉസ്താദ് വന്നിട്ട് വരാട്ടോ. അല്ല മോനെ, ഇരിക്കേ. ആദ്യമായിട്ട് വന്നിട്ട് എൻ്റെ മോൻ അങ്ങനെ പോവുകയാണോ? എൻ്റെ മോൻ എന്നുള്ള ആ ഒരു പ്രയോഗം ശരിക്കും ഉസ്താദിനെ വല്ലാതെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കി. മോനെ ഇരിക്കടാ, ഞാൻ ഉസ്താദിനെ വിളിക്കട്ടെ. മകൾ നഷ്ടപ്പെട്ട ആ ഉമ്മയുടെ ആ ഒരു വേദന അത് അവരുടെ മുഖത്ത് ഇപ്പോഴും നിഴലിച്ച് കാണുന്നുണ്ടായിരുന്നു. എങ്കിലും പതുക്കെ പതുക്കെ അവരത് മറക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. അറിയില്ല, എന്താണെന്നറിയില്ല. അപ്പോഴേക്കും അതാ ഉസ്താദിൻ്റെ ഭാര്യ ചായ ഉണ്ടാക്കുവാൻ വേണ്ടി പോകുന്നു. ആദ്യം തന്നെ ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. എന്തടി? വലൈക്കും അസ്സലാം. അതെ ഇക്ക. എന്താ നീ കരയാതെ കാര്യം പറ. ഇക്ക, ഷെഫിമോൻ വന്നിട്ടുണ്ട്. ഷെഫിമോനോ? അവനിവിടെ ഇല്ലല്ലോ. അതെ ഇക്ക, ഒന്ന് വരി. എടി, നിനക്ക് ആള് മാറിയതായിരിക്കും പെണ്ണേ. അല്ലിക്ക, വരി, നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാ, ഷെഫി ഉസ്താദ് എന്ന് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. പഠിച്ചോനെ, എൻ്റെ കുട്ടിയോ? മോനെ, ആ ഓട്ടോയിൽ നിന്നൊന്നും അങ്ങോട്ട് ആക്കി കാട്ടിക്ക വീട്ടിക്ക്. നടന്ന് എത്തുമ്പോഴത്തേനെ നേരം വൈകും. അപ്പോൾ തന്നെ ഓട്ടോ വിളിച്ച് അതാ ഉസ്താദ് എത്തുന്നു. അതാ വീടിൻ്റെ മുമ്പിൽ വലിയൊരു കാറ്. ആ കാറിലേക്ക് നോക്കുമ്പോൾ ഒരു നിമിഷം, സക്കീർ, മോനെ സക്കീറേ, നീ എന്താ ഇവിടെ? ഷെഫി ഉസ്താദ് വന്നിട്ടുണ്ട് ഉസ്താദ്. അല്ലാ, മോനെ ഇറങ്ങി വാ. അങ്ങനെ അതാ ഉസ്താദ് സങ്കടവും വിഷമവും സന്തോഷവും എല്ലാം കൊണ്ട് നേരെ വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഷെഫി ഉസ്താദ് നിൽക്കുന്നു. മോനെ ഉസ്താദേ, അസ്സലാമു അലൈക്കും.
തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കണ്ടപ്പോൾ ഷെഫി ഉസ്താദ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉസ്താദ്, മോനെ, എൻ്റെ കുട്ടി വന്നോ അത്ര പെട്ടെന്ന്? ആ ഉസ്താദേ, എന്തേ ലീവ് കിട്ടിയിട്ട് വന്നതാ. ഞാൻ ദുആ ചെയ്യായിരുന്നു, പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് നീ ഓനക്ക് അനുയോജ്യമായൊരു ജോലി കൊടുക്കണേന്ന്. എനിക്ക് സങ്കടമായിരുന്നടാ, നീ പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ലോകത്തിൽ ആരൊക്കെ എനിക്ക് നഷ്ടപ്പെട്ട പോലെ തോന്നിപ്പോയടാ, സത്യമായിട്ടും. ഹേ ഉസ്താദേ, നിങ്ങളുടെയും ഉമ്മയുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് അൽഹംദുലില്ലാ റാഹത്തായ ജോലിയാണ് എനിക്ക് കിട്ടിയത്, സത്യമായിട്ടും. മോനെ മതിയടാ, ഉപ്പാക്ക് സന്തോഷമായി. ഖുർആൻ വിട്ടിൻ്റെ മോൻ കളിക്കരുത്. ഖുർആനും ഹദീസും സുന്നത്തുകളൊക്കെ മുറുകെ പിടിച്ചോനട്ടോ. ഉസ്താദിൻ്റെ ഉപദേശമാണ്. എവിടെ ചെന്നാലും ദീന് വിട്ടുള്ള കളി പാടില്ല. എപ്പോഴും അല്ല ഉണ്ടെന്നുള്ളൊരു ഓർമ്മ അത് എപ്പോഴും മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. എൻ്റെ കുട്ടി അവിടെ എന്ത് ജോലിയായിരിക്കും ചെയ്യുക? ഖുർആനുമായി ബന്ധം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ദീന് വിട്ടുള്ള കളിയാവോ? അങ്ങനത്തെ പണി ആയിക്കഴിഞ്ഞാൽ ഒന്നിനും സമയം ഉണ്ടാവില്ലല്ലോ പഠിച്ച റബ്ബിനെ ഓർക്കാൻ പോലും. ഇപ്പോൾ സമാധാനമായി ഉസ്താദേ, അൽഹംദുലില്ലാ. പഠിച്ച റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഉസ്താദേ ഖുർആൻ പഠിപ്പിക്കുന്ന ജോലി തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മോനെ മാഷാ അല്ലാഹ്, നമ്മൾ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹ് അത് സ്വീകരിക്കും എന്നുള്ളത് വളരെയധികം സത്യമാണ്. മോനെ, ഞാനൊരു കാര്യം കൂടി ദുആ ചെയ്തിരുന്നു. എൻ്റെ കുട്ടി സുരക്ഷിതമായൊരു സ്ഥലത്തെത്തണമെന്ന്. അത് സുരക്ഷിതമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ. പക്ഷെ അവളെ കണ്ടിട്ടില്ല അല്ലേ ഉസ്താദേ? ഇൻഷാ അല്ലാഹ് ഇനിയും സമയമുണ്ടല്ലോ, കാണാം, അതൊക്കെ കാണാം. എനിക്കും തോന്നുന്നത് ഫർസാന സുരക്ഷിതമായൊരു സ്ഥലത്തുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയാണ്. അവിടെ എവിടേക്കോ ഉണ്ട്, പക്ഷേ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, അവൾ സുരക്ഷിതയാണ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഉസ്താദേ. ഞാനും ദുആ ചെയ്യാറുണ്ട് അവൾക്ക് വേണ്ടിയിട്ട്. അവളുടെ ജീവിതം അങ്ങനെ ആയിപ്പോയെങ്കിലും അവൾക്ക് ആ ജീവിതത്തിലൊരു സന്തോഷം നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോനെ സാരല്ല, എവിടെയാണെങ്കിലും അവൾ ജീവിക്കട്ടെ. അവളുടെ ക്യാഷിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല മോനെ, അതൊന്നും വേണ്ട ഞങ്ങൾക്ക്. എൻ്റെ കുട്ടീനൊന്ന് കാണണം, ഒന്ന് കണ്ടാൽ വല്ലാത്തൊരു. ഉസ്താദേ, ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം പോയിട്ട് അവളെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തി ഉസ്താദിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കും. മോനെ ഒന്ന് കണ്ടാൽ മതിയടാ, കണ്ടിട്ട് പോയിക്കോട്ടെ, എങ്ങനെയാലും കുഴപ്പമില്ല. ആ മുഖം ഒന്ന് കാണാൻ ഒരുപാട് കൊതിച്ചതായിരുന്നടാ. എൻ്റെ മരുമകനാക്കി നിന്നെ. സാരല്ല, ഓള് തെറ്റുകാരിയായി പോയി, സാരല്ല, പഠിച്ചവൻ പുറത്തു കൊടുക്കട്ടെ. ഉസ്താദ് കണ്ണീരോടെ പറഞ്ഞു. മോനെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇക്ക വരി. ഉമ്മ അതൊന്നും വേണ്ടില്ല. അത് പറയരുത്, കുടിക്ക് മോനെ. സ്നേഹത്തോടെ ആ ഉമ്മയുടെ ആ ഒരു സ്വീകരണം ഉപ്പയും മോനെ കഴിക്കും, മോനെ കഴിക്ക്. മോനൊരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന്. അത് ഉസ്താദേ സർപ്രൈസ് ആയിരുന്നു എല്ലാം, ഒന്നും അറിയിച്ചിരുന്നില്ല ആരെയും. ആയിക്കോട്ടെ, അതിനെന്താ, എൻ്റെ കുട്ടി നന്നായല്ലോ, അത് മതി. ഷെഫി ഉസ്താദിൻ്റെ പുറത്ത് തലോടിക്കൊണ്ട് ഉസ്താദ് ആശ്വസിപ്പിക്കുന്നു. ഉസ്താദിൻ്റെ കുട്ടി ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് നിന്നോണ്ട് നന്നായി. എൻ്റെ വാക്കോൻ തെറ്റിച്ചില്ല, പടച്ച റബ്ബോൻ രക്ഷിച്ചു. ഉമ്മയുടെയും ഉപ്പയുടെയും ഗുരുനാഥമ്മരുടെയും വാക്കുകൾ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. അവരെ പഠിച്ചു അനുഗ്രഹിക്കും. ഓല വാക്കൊക്കെ തെറ്റിച്ച് നിരസിച്ചു പോയാൽ കുറച്ചിടങ്ങാറാവും. ഇക്ക ഇനി അത് പറയണ്ട, ഓളൊരുപാട് സഹിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അവൾക്ക് നന്മയായിരിക്കും. സഹിക്കാനുള്ളതൊക്കെ സഹിച്ചു. ഇനിയിപ്പോൾ മകളെ നഷ്ടപ്പെട്ട ആ വേദന ആ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ലായിരുന്നു. അല്ലെങ്കിലും അതെങ്ങനെ മാഞ്ഞു പോവാൻ? 10-18 വയസ്സുവരെ അത്രക്കും നല്ല രീതിയിൽ പോറ്റി വളർത്തിയ പെൺകുട്ടി ഒരു നിമിഷം ഒരു അമുസ്ലിം സഹോദരൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു ദയനീയമായ അവസ്ഥ ആരുടെയും ഹൃദയം പൊട്ടിക്കുന്ന ഒന്നായിരിക്കും അത്. ഷെഫി ഉസ്താദ് ചായ എല്ലാം കുടിച്ചു വളരെയധികം സന്തോഷത്തോടെ. ഉസ്താദേ, എന്നാൽ ഞാൻ മോനെ ഇൻഷാ അല്ലാഹ് കാണാം. എടാ സക്കീറേ, വാടാ. അവൻ ചായ ഗ്ലാസ്സുമായി സിറ്റ് ഔട്ടിലേക്ക് പോയിരുന്നു. കടിയൊന്നും വേണ്ടെന്നും അങ്ങനെ പറഞ്ഞു. സക്കീറേ, ആ ഡിക്കിയിൽ
ഉസ്താദിന് എഴുതിയ ഒരു പെട്ടിയുണ്ട്, അതൊന്ന് നീ എടുക്കുമോ? ആ ഓക്കേടാ. പെട്ടെന്ന് തന്നെ അവൻ അത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പോയി. വേണ്ട, നീ വേണ്ടടാ, നീ അവിടെ നിൽക്ക്. ഷെഫിയും കൂടെ പോയപ്പോൾ വേണ്ട, ഞാൻ എടുത്തോളാം. ഇതാണോ? അതെ. ഉസ്താദ് എന്നെഴുതിയ ആ ഒരു പെട്ടിയുമായി അത് താങ്ങിപ്പിടിച്ച് അതാ ഷെഫി ഉസ്താദിൻ്റെ കൈകളിൽ സക്കീർ ഉസ്താദ് ഏൽപ്പിക്കുന്നു. ഉസ്താദേ, ഇതാ. സന്തോഷത്തോടു കൂടി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഏൽപ്പിച്ച ആ ഒരു പെട്ടി കണ്ട് ഉസ്താദ് സന്തോഷിച്ചു. മോനെ, ഇതൊക്കെ എന്താ ഉസ്താദ്? എന്തിനാടാ ഉസ്താദിന്? എന്തിനാ ഇതൊക്കെ? ഉസ്താദേ, ഉസ്താദിനുള്ളത് മാത്രമല്ല, മക്കൾക്കുള്ളതും ഉമ്മക്കുള്ളതും എല്ലാം അതിലുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ എന്നെ ഇറങ്ങട്ടെ, ഉമ്മയെ കാണണം. മോനെ, ഭാര്യയുടെ അവസ്ഥ എന്താ? ഇവിടെ ഉണ്ടോ? ആ, ഉണ്ടാകുമായിരിക്കും. അതെന്താ മോനെ അങ്ങനെ? നീ വരുന്ന വിവരം ഇല്ല ഉസ്താദെ, അറിയിച്ചിട്ടില്ല. ആ ആയിക്കോട്ടെ, മോൻ പോയി വാ. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് ആ ഉസ്താദ് വീണ്ടും അനുഗ്രഹിക്കുന്നു. ഉസ്താദിൻ്റെ കുട്ടി നന്നാവും കേട്ടോ, ഒരിക്കലും ജീവിതത്തിൽ കഷ്ടപ്പെടില്ല. ഇനി ഒരുപാട് ദൂരങ്ങളിൽ എൻ്റെ കുട്ടി എത്തും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ഉസ്താദ് അവനെ അനുഗ്രഹിച്ചു. അത് കണ്ടപ്പോൾ ആ ഉമ്മയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഷെഫിയെ മരുമകനായി കിട്ടാൻ, പക്ഷെ നടന്നില്ല. സാരല്ല, പോട്ടെ. തൻ്റെ മോൾ പ്രസവിച്ച് കിടക്കുകയാണെന്നും തൻ്റെ കുഞ്ഞിനെ ചേലാകർമ്മം ചെയ്യുന്നു, അല്ലെങ്കിൽ സുന്നത്ത് കർമ്മം ചെയ്തു വെച്ചിരിക്കുകയാണെന്നും എന്നുള്ള കാര്യമൊന്നും വീട്ടുകാർ അറിയുന്നേയില്ല. അറബിയുടെ ഭാര്യ എന്ന പേരിലാണ് തൻ്റെ മകൾ ഫർസാൻ അറിയപ്പെടുന്നത് എന്നുള്ള കാര്യവും വീട്ടുകാർ അറിയുന്നില്ല. അതൊന്നും ആരും അറിയിച്ചിട്ടുമില്ല. മോള് പറഞ്ഞത്, ഉമ്മ ഞാനിവിടെ ജോലിക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ്. എന്തൊക്കെ തന്നെയായാലും ആ ഒരു കാര്യത്തിൽ ഒരു സമാധാനമുണ്ട് അവർക്ക്. എന്നാലും തൻ്റെ മകൾ ചെയ്തത് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയും വിഷമവുമാണ്. അങ്ങനെ അത് ഷെഫി ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങുന്നു, വാഹനത്തിൽ കയറുന്നു. ഉസ്താദും നോക്കി നിൽക്കുന്നു, മക്കളുമെല്ലാം. അവർക്ക് വളരെയധികം സന്തോഷമായി. ഉമ്മ അപ്പോഴും പറയുന്നത്, ഇക്ക നമ്മൾ മരുമകനായി വരേണ്ട ആളായിരുന്നല്ലേ, സാരല്ല. എടേ, പടച്ചിറമ്പൊരു വര വരച്ചിട്ടുണ്ടാവും. അള്ളാഹു വിധിച്ചത്, അതായത് വിധിച്ചത് 7-ാം ആകാശത്തിന് മുകളിലായാലും പടച്ചിറമ്പി നമുക്ക് തന്നിരിക്കും. അതല്ല വിധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ 2 ചുണ്ടുകൾക്കിടയിലാണെങ്കിൽ പോലും നമുക്ക് ലഭിക്കില്ല പെണ്ണേ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പടച്ച റബ്ബിൻ്റെ വിധി പോലെയെന്ന്. അങ്ങനെ ആശ്വസിക്കാം, അങ്ങനെ ആശ്വസിച്ചേ പറ്റൂ. അള്ളാഹുവിൻ്റെ വിധിയാണിത്. ഇൻഷാ അല്ലാ, നീ വിഷമിക്കല്ലേ. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഭാര്യയുടെയും വീട്ടിലേക്ക് അതാ പോവുകയാണ്. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു മനസ്സ്, ആ ഒരു കണ്ണുകൾ, ആ ഒരു കൈകൾ ഉണ്ട് അവിടെ. അത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ. പക്ഷേ തൻ്റെ ഭാര്യ, അവളുടെ സ്ഥിതി എന്താണെന്ന് ഷെഫി ഉസ്താദിന് അറിയുന്നില്ല. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതെ, തൻ്റെ വീട് ദൂരെ നിന്നും കാണുന്നുണ്ട്. അല്ലാ, എൻ്റെ ഓടിട്ട ആ ഒരു പഴയ വീട്, അതെനിക്ക് വല്ലാത്ത സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട്. അതെ, ആ വീട്ടിലേക്ക് അടുക്കും തോറും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെങ്ങാനും അവിടെ തന്നെ കാത്തിരിപ്പുണ്ടോ എന്നുള്ള ആ ഒരു രീതിയിൽ ഷെഫി ഉസ്താദിൻ്റെ വാഹനം അതാ വീടിൻ്റെ മുമ്പിൽ നിർത്തുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി ഒരുപാട് ആളുകൾ കണ്ട് കമൻ്റൊക്കെ ഇടുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുന്നുണ്ട്. കാരണം ഒരിക്കലും ഇനി ഉസ്താദിൻ്റെ ആ സീനത്തിന് ഒഴിവാക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ്. ഇൻഷാ അല്ലാ നമുക്കതൊക്കെ കാണാം കേട്ടോ, എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, ഒരുപാട് മഴ ദുരിതം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വയനാട്ടിലൊക്കെ ഇന്നലെ ഉരുൾപൊട്ടൽ പോലുള്ള കാഴ്ചകളൊക്കെ കണ്ടുവന്നപ്പോൾ എല്ലാവരും ശരിക്കും പേടിച്ചു. വയനാട്ടിൽ താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ അറബ് നാടുകളിൽ താമസിക്കുന്ന സഹോദരങ്ങൾ സഹോദരികൾ, അവർക്കൊക്കെ യുദ്ധത്തിൻ്റെ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നോ, അതൊക്കെ പേടിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അൽഹംദുലില്ലാ, പടച്ച റബ്ബ് കാത്ത് രക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അത് പേടിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പടച്ച റബ്ബ് അവർക്കൊക്കെ ധൈര്യം നൽകട്ടെ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കട്ടെ. പിന്നെന്ന് വെച്ചാൽ മരണം നമ്മൾ അവിടെയാണ് അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും പടച്ച റബ്ബ് നമുക്ക് എവിടെ വെച്ചാണ് മരണം കൽപ്പിച്ചിരിക്കണമെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. എന്തൊക്കെ തന്നെയാലും പഠിച്ചോനെ, മനസ്സത്തൊരു ആഗ്രഹം
ഹജ്ജിന് പോയിട്ട് ഉംറക്ക് പോയിട്ട് ആ ഒരു പുണ്യഭൂമിയിൽ നിന്ന് മരിക്കുക എന്നൊക്കെ വെച്ചാൽ വല്ലാത്തൊരു ഭാഗ്യം തന്നെ അല്ലേ. എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു സ്ത്രീ, അതായത് ഖദീജ എന്ന പേരിലുള്ള, ഞങ്ങളൊക്കെ വകയിലൊരു അമ്മായി ആയിട്ട് വരും. എനിക്ക് അമ്മായിയാളൊന്നുമില്ല. എൻ്റെ ഉപ്പാക്കും എൻ്റെ വല്യപ്പാക്കും വല്യമ്മക്കും 7 ആൺമക്കളാണ്. 10 മക്കളായിരുന്നു. 9 ആണും ഒരു പെണ്ണുമായിരുന്നു. അപ്പോൾ ചെറിയ പെൺകുട്ടിയൊക്കെ ചെറുപ്പം മുതൽ തന്നെ മരിച്ചു പോയി പറഞ്ഞു. ആകെ 1-2 പെൺകുട്ടി, ബാക്കിയൊക്കെ എനിക്ക് 7 മൂത്താപ്പാർ അങ്ങനെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ എൻ്റെ ഉപ്പയാണ് ഏറ്റവും ചെറുത്, 10ാമത്തെ മോന്. അപ്പോൾ അമ്മായികൾ ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ ഉള്ള അമ്മായികൾ തന്നെ ഇങ്ങനെ വല്യപ്പാൻ്റെ ഒക്കെ അല്ല വല്യമ്മാൻ്റെ ആങ്ങളുടെ അങ്ങനെയൊക്കെ ആയിട്ടേ വരുന്നുള്ളൂ. അല്ല സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവരെന്ന് വെച്ചാൽ അവരെ മരണം എനിക്ക് ഭയങ്കര ഒരു ഉംറയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമേ അവർ എന്തൊരു തളർച്ച വന്ന് അവിടെ തന്നെ മക്കയിൽ മറവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു, റബ്ബേ അവരുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ. മദീനയിലാണെങ്കിലും മക്കയിലാണെങ്കിലും അവിടെയൊക്കെ പോയി നമ്മൾ മരിക്കുക എന്ന് വെച്ചാൽ വല്ലാത്ത ഭാഗ്യം തന്നെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നാളിപ്പോൾ നമ്മളെ ഹജ്ജ് കഴിഞ്ഞ മിനായിൽ അറഫൻ്റെ ഒക്കെ ആ ടൈമിൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സിൽവ എന്ന് പറഞ്ഞ ബിസിനസ് ഗ്രൂപ്പിൽ ഞങ്ങളൊക്കെ നല്ല പരിചയമുള്ള ഒരാളായിരുന്നു കേട്ടോ. നല്ലൊരു സ്വഭാവം കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ കുട്ടിക്ക് 1.5 വയസ്സായിട്ടുള്ളൂ, 4 പെൺകുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ടത്. അദ്ദേഹം ഹജ്ജ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റബ്ബേ പഠിച്ചവൻ്റെ അടുത്തേക്ക് യാത്ര ആയ ഒരു രംഗം എന്താല്ലേ, അതൊക്കെ എന്തൊരു ഭാഗ്യം എനിക്ക് അറിയണില്ല. റബ്ബേ പഠിച്ച റബ്ബേ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം നൽകിയിരുന്നെങ്കിലല്ലേ എത്ര നന്നായിരുന്നു. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് മുത്ത് ഹബീബിൻ്റെ ചാരത്ത് വെച്ച് മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടുന്ന സംഭവമൊന്നുമല്ല. ആർക്കെങ്കിലുമൊക്കെ കിട്ടും. പഠിച്ചോ നമ്മളൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ റഹ്മാനെ എത്ര നന്നായിരുന്നു. അതാണ് മനസ്സത്തൊരു ആഗ്രഹം. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ തന്നെയാണ് പഠിച്ച റബ്ബ് നമ്മളെ ഈമാനോട് കൂടി മൂത്താക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.